വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ കഹ്ഫ് 18ാമത്തെ സൂറത്ത്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 13-14 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ പുണ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഒന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതത. 13-14 ആയത്തുകളാണ് നമ്മൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ ഇവിടെ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ ഒരു അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ ഒരു അത്ഭുത കഥയാണല്ലോ. 300 വർഷം ഉറങ്ങിയിട്ട് അവർ എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അത് ഒരു അവിശ്വസനീയമായ അത്ഭുതകരമായ ഒരു കഥയാണ്. അപ്പോൾ ഇത് വേദക്കാരിലും ഇത് പ്രചരിച്ചിരുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്തു, അവരിൽ നിന്ന് മുശ്രിക്കുകളും ഈ കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഥയുടെ യാഥാർത്ഥ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ഈ കഥയുടെ വസ്തുത യുക്തിഭദ്രമായ ഇതിൻ്റെ അവസ്ഥ കേൾക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ദൈവീകത ബോധ്യപ്പെടാൻ ഇത് മതി എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ വിശുദ്ധ ഖുർആനിൽ കാണുന്ന പല സംഭവങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ രൂപത്തിലല്ല പലപ്പോഴും അതിലുള്ളത്, കുറച്ചും കൂടിയും വിശദമായിട്ടുണ്ടാകും. അപ്പോൾ ചില സംഭവങ്ങളുടെയും ചരിത്രങ്ങൾ, ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കഥ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കഥ, ഈ ചരിത്രങ്ങളൊക്കെ അതിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്, അള്ളാഹുവിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വേദം പഠിച്ചിട്ടില്ല, അവരിൽ നിന്ന് കേട്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ ഇവിടെ പറയുമ്പോൾ, ഇപ്പോൾ സൂറത്ത് മറിയം അതിലെ സംഭവങ്ങൾ ഒരു പക്ഷേ ആരാണ് ഈസാ നബി അലൈഹി സ്വലാം, ആരാണ് മറിയം എന്നൊക്കെ അത്ര വസ്തുതാപരമായി പറയണമെങ്കിൽ അത് അള്ളാഹുവിനെ എടുക്കുന്നതാവണം എന്ന് ഈ സംഭവങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അള്ളാഹ് പറയണത് നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, അവരുടെ വർത്തമാനം നാം നിനക്ക് യഥാർത്ഥ രൂപത്തിൽ വിവരിച്ചു തരാമെന്നാണ്. അവരുടെ വർത്തമാനം നിനക്ക് നാം യഥാർത്ഥ രൂപത്തിൽ വിവരിച്ചു തരാമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ശരിയായ രൂപമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്നാണ്. എന്നിട്ട് ആരാണ് ഈ അസ്ഹാബുൽ കഹ്ഫ്? അതാണ് ആദ്യം പറയുന്നത്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും ഫിത്യത്തുൻ, തീർച്ചയായും അവരൊരു കൂട്ടം യുവാക്കളായിരുന്നു എന്നാണ്. ഇവിടെ ഫിത്യത്ത് എന്ന വാക്ക് ശരിക്ക് ജുമുഉൽ ഖില്ലത്താണ് അറബി ഭാഷയിൽ. അതായത് പല രൂപത്തിലുള്ള ബഹുവചനങ്ങളുണ്ട്. അതിൽ ചില ബഹുവചനങ്ങൾ എന്ത് ചെയ്യും, ആധിക്യത്തെ കാണിക്കും, 10-ലധികമുള്ളവരെ കാണിക്കും. 10-ൽ കുറവുള്ളവരെ കാണിക്കുന്ന ഒരു രൂപമാണ് ഫിത്തിയത്തുൻ എന്നുള്ള ഈ രൂപം. അപ്പോൾ 10-ൽ കുറഞ്ഞ ആളുകളാണ് എന്നുള്ളത് ആ വാക്കിൽ തന്നെ കിട്ടും. ഫിത്തിയത്ത് എന്നുള്ള, അതായത് പിന്നെ വിശുദ്ധ ഖുർആനിൻ്റെ അല്ലെങ്കിൽ അറബി ഭാഷയുടെ ഒരു സവിശേഷതയാണത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഒരു പകലിൻ്റെ വ്യത്യസ്ത സമയങ്ങൾക്ക് ഓരോ പേരുണ്ട്. അപ്പോൾ നമ്മൾ 10 മണി 11 മണി എന്ന് പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ഫജ്ർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സഹർ എന്ന് പറയുമ്പോൾ ഓരോ സമയം പറയുമ്പോൾ, ലുഹ എന്ന് പറയുമ്പോൾ, ലുഹർ എന്ന് പറയുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഓരോ സമയത്തെയാണത് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ കൃത്യമായ ആശയങ്ങളെ വേർതിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിലാണ് അതിൻ്റെ പ്രയോഗങ്ങളുള്ളത്. ഇവിടെ ഫിത്തിയത്തുൻ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു 10-ൽ കുറഞ്ഞ ആളുകൾക്കാണ് പറയുക. ആമനൂബി റബ്ബിഹിം, അവരവിടെ റബ്ബിൽ വിശ്വസിച്ചു. വസിദ്നാഹും ഹുദ, അവർക്ക് നാം എന്ത് ചെയ്തു, ആ സന്മാർഗബോധത്തെ അവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കൂടുന്തോറും എന്താ അറിയോ, നമുക്ക് ആ വിശ്വാസത്തോടും ദീനിനോടുമുള്ള ഒരു ആഭിമുഖ്യം മനസ്സിന് നഷ്ടപ്പെട്ടു പോവുകയും നമ്മുടെ മനസ്സിൻ്റെ ഈമാൻ ദുർബലമാവുകയും ചെയ്യും.
എന്നാൽ നമ്മൾ ഫർളുകളുടെയും സുന്നത്തുകളുടെയും കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും തോറും നമുക്ക് ആ ദീനിനോടുള്ള സ്നേഹവും ആഭിമുഖ്യവും വർദ്ധിച്ചു വരുന്നതാണ്. വസിദ്നാഹും ഹുദ, അവർക്ക് ആ സന്മാർഗ ബോധത്തെ നാം വർദ്ധിപ്പിച്ചു നൽകിയതാണ്. വയസീദുല്ലാഹുല്ലദീനഹ്തദൗ ഹുദ, സന്മാർഗം സ്വീകരിച്ച ആളുകൾക്ക് ആ സന്മാർഗത്തെ അള്ളാഹു എന്ത് ചെയ്യും? വർദ്ധിപ്പിച്ച് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു വളരെ വലിയൊരു ആശയം നൽകുന്നതാണ്. പലപ്പോഴും നമ്മുടെ ഈ വിശ്വാസം ദുർബലമായി പോവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ പരിസരങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വളരെ ചെറിയ അളവിലാണെങ്കിലും തിന്മകളെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്ന രൂപമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ലത് ചെയ്യാൻ നമ്മൾ തുടങ്ങിയാൽ ആ നന്മയിൽ തന്നെ തുടരുവാനുള്ളൊരു അവസരം അള്ളാഹു നമുക്ക് തരും. അത് നമ്മൾ വിശ്വസിച്ചതിന് അള്ളാഹുവിന് നാം ചെയ്ത നന്ദിക്ക് പകരം അള്ളാഹു തരുന്നതാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായാലും അതിന് ഇരട്ടി നന്ദി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇൻ ശക്കർത്തും ലഅസീദൻ, നിങ്ങൾ പിന്നെ നന്ദി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർദ്ധിപ്പിച്ച് തരാമെന്നല്ലേ. അപ്പോൾ നമ്മളത് വിശ്വാസം സ്വീകരിക്കുന്നു എന്നതിന് അള്ളാഹു തരുന്ന, അതിന് പകരം അള്ളാഹു തരുന്ന നന്ദിയാണ് എന്ത്? നമ്മുടെ ആ ഹുദയെ വർദ്ധിപ്പിച്ച് തരിക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും തിന്മകളെ കുറക്കാനും നന്മകളെ കൂട്ടാനും ശ്രമിക്കുമ്പോൾ നമ്മുടെ ദീൻ ശരിയായ രൂപത്തിൽ നിലനിൽക്കും. ചില ആളുകൾ ബേജാറായി പറയുന്നുണ്ട്, എൻ്റെ ഈമാൻ ദുർബലമായി പോവുകയാണ്, എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിൽ ഭക്തി കിട്ടുന്നില്ല എന്ന് പറയും. ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടാകുമെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ വല്ല ടെൻഷനും വരുന്ന സമയത്തുണ്ടാവും. മറ്റൊന്ന്, തിന്മകളിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ പോകുമ്പോൾ ക്രമേണ എന്ത് ചെയ്യും? നാം ഹിദായത്തിൽ നിന്ന് അകന്നു പോകും. നന്മകൾ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഹിദായത്തിനെ തിരിച്ചു കിട്ടുമെന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഒരു പ്രതികൂല സാഹചര്യത്തിൽ തൗഹീദിലൂടെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സ്വീകരിച്ച് ആ രാജാവിൻ്റെ അക്രമങ്ങളെ ഭയപ്പെടാതെ സത്യത്തിലും വിശ്വാസത്തിലും അവൻ ജീവൻ നൽകി പിടിച്ചു നിൽക്കാൻ തയ്യാറായപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ആ ദീനിനെ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. നമ്മൾ എത്രമാത്രം ദീനിനോട് ആഭിമുഖ്യം കാണിക്കുന്നുവോ അതിനനുസരിച്ച് ദീനിനെ അള്ളാഹു എന്ത് ചെയ്യും? വർദ്ധിപ്പിച്ചു തരും. അതാണ് ആ വിശ്വാസികളായിട്ടുള്ള ചെറുപ്പക്കാർക്കുണ്ടായത് എന്നതാണ്. ഇനി ബാക്കി നോക്കൂ. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാണ്. ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാണെന്ന് അവരെന്താണ്? എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ, ഇദ് ഖാമൂ ഫഖാലൂ, അവരെഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ എന്താ പ്രഖ്യാപിച്ചത്? റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അല്ലാഹ് എന്ത് ചെയ്തു? റബ്ബത്നാ അലാ ഖുലൂബിഹിം, അവിടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകി, അവരെ ഹൃദയങ്ങളെ നാം ഉറപ്പിച്ചു നിർത്തി. അതാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. എന്താണ് അറിയോ? പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സ് പതറാതിരിക്കുക എന്നുള്ളതാണ്. പ്രതിസന്ധികൾ വരും തോറും മനസ്സിന് കൂടുതൽ ധൈര്യം കിട്ടുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മഹാമാരിയുടെ കാലമാണല്ലോ. കൊറോണ വന്ന പല സുഹൃത്തുക്കളും അവരതിൻ്റെ ഏറ്റവും വലിയ പ്രയാസമായി പറഞ്ഞ മാനസിക സംഘർഷമാണ്. രോഗസന്ദർഭത്തിലുണ്ടാകുന്ന ഡിപ്രഷൻ, മാനസിക പ്രശ്നം. അതായത് ഒരു പ്രതികൂലത മുന്നിൽ വരുമ്പോൾ പിടിച്ചു നിൽക്കുവാനുള്ള കഴിവ്. ശരിക്കും റബത്തുന എന്ന് പറഞ്ഞ് നാം അവരുടെ മനസ്സുകൾക്ക് കെട്ടുറപ്പ് നൽകി എന്ന് പറഞ്ഞ പറ്റി ചില പുസ്തകങ്ങൾ സൊബർനാഹും എന്നാണ്. അവർക്ക് നാം സൊബർ നൽകിയതാണ്, ക്ഷമ നൽകിയതാണ്. എന്ത് പരീക്ഷണങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യും? പതറാതിരിക്കുക. ശരിക്കും അതിനൊരാൾക്ക് സാധിച്ചാൽ അയാളുടെ ജീവിതം എന്നും എന്തായിരിക്കും? സന്തോഷകരമായിരിക്കും. നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങളിൽ അസ്വസ്ഥതപ്പെടാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്ക് നമുക്ക് അതെങ്ങനെ കിട്ടും? അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, അതിൻ്റെ ശക്തി അനുസരിച്ചാണ് നമുക്കത് കിട്ടുക. അള്ളാഹുവിനെ കുറിച്ച് നമുക്കുള്ള ബോധം അതൊന്നുണ്ടാവുക. ഇവർ പ്രഖ്യാപിക്കണ എന്താണ്? റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവൻ, ഞങ്ങളെ നിയന്ത്രിക്കുന്നവൻ, ഞങ്ങൾക്ക് അഭയം തരുന്നവൻ, ഞങ്ങളെ സൃഷ്ടിച്ചവൻ എല്ലാം ആരാണ്? ഈ ആകാശഭൂമികളുടെ സൃഷ്ടാവാണെന്നാണ്. സാധാരണ നമ്മൾ തൗഹീദിനെ മൂന്നായി വിഭജിക്കാറുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളിലുമുള്ള ഏകത്വം,
മറ്റൊന്ന് എന്താ വെച്ചാൽ ഇബാദത്തിലുള്ള ഏകത്വം, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികർത്തത്തിലുള്ള യോഗം. തൗഹീദ് റുബൂബിയത്ത്, തൗഹീദുൽ ഉലൂഹിയത്ത്, തൗഹീദ് അസ്മായി വസിഫാത്ത്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ഈ റുബൂബിയത്തിലൂടെയാണ് ഉലൂഹിയത്തിനെ സ്ഥാപിക്കുന്നത്. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതിനെ സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? സ്രഷ്ടാവ് അള്ളാഹുവാണ് എന്നതിലൂടെയാണ്. എന്തുകൊണ്ട് നാം അള്ളാഹുവിനെ ആരാധിക്കുന്നു? യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കും ഉല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടികർത്താവ് അള്ളാഹുവാണ് എന്നതുകൊണ്ട് അവനെയാണ് ആരാധിക്കുക, അവനല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ആ വിശ്വാസം മനസ്സിൽ ഉറക്കുമ്പോൾ ഏത് പ്രതിസന്ധിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. കാരണം നമ്മൾ പതറിപ്പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന നിസ്സഹായതയാണ്. ആ നിസ്സഹായത യഥാർത്ഥത്തിലൊരു വിശ്വാസിക്ക് ഇല്ലല്ലോ. അള്ളാഹു ഉണ്ടല്ലോ, അവന് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ മാത്രമല്ലേ ഇവിടെ നടപ്പിലാവുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് പറയാം, അള്ള ഒരു പരിഹാരം ഉണ്ടാകും എന്ന് മനസ്സിലൊരു വെളിച്ചം നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് അള്ള തരണം, അള്ളാഹു തരേണ്ട ഒരു കാര്യമാണത്. അതാണ് സബ്ബർനാഹും വസബ്ബത്നാഹും, നാം അവർക്ക് ക്ഷമ നൽകി അവരെ നാം ഉറപ്പിച്ച് നിർത്തുകയും ചെയ്തു എന്നാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമുക്ക് പ്രാർത്ഥനകളെ കൊണ്ട്, അദ്കാറുകളെ കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള കൂടുതലായ അറിവുകളെ കൊണ്ട് ഒക്കെ നമുക്ക് ലഭിക്കും. അത് അള്ള തരുന്ന ഏറ്റവും വലിയ. അപ്പോൾ ഇവർക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കുറേ അനുഗ്രഹങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ എന്ത് ചെയ്തു? ഈ രാജാവിൻ്റെ ഭീഷണികൾക്കും അതേപോലെ തന്നെ അക്രമങ്ങൾക്കും മുന്നിൽ അഭയം തേടി ഇവരെന്ത് ചെയ്തു? നിർഭയരായിരുന്നു. എങ്ങനെ നിർഭയരായിരുന്നത്? അവർക്ക് അള്ളാഹുയുടെ മനസ്സുകൾക്ക് നൽകിയ ഒരു ധൈര്യം. അള്ള തന്നെ പറയാണ്, വറബതുനാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമിയുടെ രക്ഷിതാവാണെന്ന് അവർ എഴുന്നേറ്റെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങൾക്ക് നാം എന്ത് ചെയ്തു? കെട്ടുറപ്പ് നൽകി, ഉറപ്പ് നൽകി. അവരുടെ ഹൃദയങ്ങളെ നാം ഉറപ്പിച്ചു നിർത്തി എന്നുള്ളതാണ്. അതായത് വിശ്വാസത്തിൻ്റെ ദൃഢതയിൽ വിശ്വാസികൾ പതറിപ്പോവില്ല. അപ്പോൾ നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ആ സാഹിറന്മാർ, അവർ ഫിറഔനിൻ്റെ അതിശക്തമായ ഭീഷണി ഉണ്ടായല്ലോ. പക്ഷേ അവരവിടെ എന്ത് ചെയ്തു? ഉറച്ചു നിന്നു. ഉറച്ചു നിന്നിട്ട് അവർ പറഞ്ഞ വാക്കെന്താണ്? ഖാലൂലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫത്തറന. ഞങ്ങളെ സൃഷ്ടിച്ചവനായവൻ, അവനും അദ്ദേഹത്തിന് ഞങ്ങൾക്ക് വ്യക്തമായി കിട്ടിയ തെളിവുകൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ള, നിന്നെ സ്വീകരിക്കുക എന്നുള്ള ഉണ്ടാവില്ല. ഞങ്ങളെ സൃഷ്ടിച്ച പടച്ചവനെ ഞങ്ങൾ ഒഴിവാക്കൂല. അപ്പോൾ സൃഷ്ടിച്ച പടച്ചവനെ ബോധ്യപ്പെട്ടാൽ അവനെ ഞങ്ങൾ കൈവിടില്ല. പിന്നെ ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് അവർക്ക് എന്ത് പറയാൻ കഴിഞ്ഞു? ഫഖ്ലിമാ അന്തകാല്, കൈ വെട്ടും കാല് വെട്ടും വിപരീത രൂപത്തിൽ അംഗച്ഛേദം വരുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഫഖ്ലിമാ അന്തകാൽ, നിനക്ക് വിധിക്കാം, നീ വിധിക്കുന്നവനല്ലേ, നിനക്ക് എന്തും വിധിക്കാം. ഇന്നമാ തഖ്ലീ ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, ഇഹലോക ജീവിതത്തിൽ മാത്രമേ നിനക്ക് വിധിക്കാൻ പറ്റൂ. അതായത് ഈ റൂഹ് പോകുന്നത് വരെ ഈ ശരീരത്തിൽ നിൻ്റെ വിധി നടപ്പിലാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിയില്ലല്ലോ. അതാണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ കഴിഞ്ഞ ദിവസം വളരെ പ്രതിസന്ധികളാണ് അയാൾ. വിശ്വാസി ആയതിൻ്റെ പേരിലുള്ള ഭയങ്കരമായ പ്രതിസന്ധികൾ, ഒരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാൻ പറ്റാത്ത പ്രതിസന്ധി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ വിശ്വാസിയാകുമ്പോൾ എന്തു ചെയ്യും? ഈ വിശ്വാസത്തോട് എതിർപ്പുള്ള ആളുകൾ ആരെങ്കിലും എന്നെ കൊന്നുകളയുന്ന ഞാൻ വിശ്വസിച്ചു. അങ്ങനെ എന്നെ കൊന്നുകളയാണെങ്കിൽ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവാനായിരുന്നു. എനിക്ക് ഈ പ്രതിസന്ധികളൊന്നും അനുഭവിക്കേണ്ടി വരില്ല. മറ്റൊന്നെന്താണെന്ന് വിചാരിച്ചാൽ ഒരു രക്തസാക്ഷിത്വം കിട്ടുകയും ചെയ്തു. പക്ഷേ അത് സംഭവിച്ചില്ല എന്നാണ്. അതായത് വിശ്വാസം ഉള്ളിലേക്ക് കടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ലോകത്ത് ഒരു പ്രശ്നമല്ല. അതാണ് വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. ഈ വിശാലമായ ആകാശ ലോകങ്ങളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ, അതിൻ്റെ സൃഷ്ടിപ്പ് എത്ര ശക്തമാണ്, അതിലെ പ്രവർത്തനങ്ങൾ എത്ര സങ്കീർണമാണ്, എത്ര സൃഷ്ടിജാലങ്ങൾക്ക് ഇവിടെ അഭയം ലഭിക്കുന്നു.
എത്ര ജീവനുകൾക്ക് ഇവിടെ ഭക്ഷണം ലഭിക്കുന്നു. ഇതിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കൈകളിലല്ലേ. ആ പടച്ച തമ്പുരാൻ വിശ്വസിച്ച, അവനെ സ്വീകരിച്ച ഒരാൾക്ക് ഈ ലോകത്ത് അവനേക്കാളും വലിയ നിർഭയൻ ആരാണുള്ളത്? പിന്നെ അവന് പുറമെ ഒരാരാധന ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കൂല. കണ്ടോ, ആദ്യം തൗഹീദ് റുബൂബിയത്തിന് സ്ഥാപിച്ചു. അള്ളാഹുവാണ് ഞങ്ങളുടെ സൃഷ്ടാവ്. അതുകൊണ്ട് സൃഷ്ടാവ് അവനായതുകൊണ്ട് അവനല്ലാതൊരുത്തിന് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കൂല. ലന്നദുഅ, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയേയില്ല. മിൻ ദൂനിഹി, അവന് പുറമെ ഇലാഹൻ, ഒരാരാധ്യനെ. അതാണ് തൗഹീദ്. ആ തൗഹീദ് ഒരാൾക്ക് കിട്ടുന്നതോടു കൂടെ അയാൾക്കൊരു ജീവൻ, ഒരു പുതുജീവൻ കൈവരികയാണ്. കംപ്ലീറ്റ് അയാളുടെ ജീവിതം മാറുകയാണ്. അതാണ് ഒരു വിശ്വാസത്തിൻ്റെ മർമ്മം എന്നത്. അതാണ് ഒരാൾ ദീനിലേക്ക് വരുമ്പോഴും ദീനിലുള്ളവർക്കും കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും പതറിപ്പോകാതിരിക്കാൻ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളേറ്റ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വന്നാൽ ആ അവസ്ഥ ഒഴിവാക്കാനാണ് അവർ ഗുഹയിലേക്ക് അഭയം തേടിയത്. രാജാവ് പറയുമ്പോൾ ഷിർക്കിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അവർ ആ തൗഹീദ് അംഗീകരിച്ചതിൻ്റെ പേരിലാണ് അവർ ഒറ്റപ്പെട്ടതൊക്കെ. ലഖദ് ഖുൽനാ ഇദൻ ശതത, ലഖദ് ഖുൽനാ ഇദൻ ശതത, ഞങ്ങൾ അന്യായ വാക്ക് പറഞ്ഞവരായിത്തീരുന്ന, ഏറ്റവും വലിയ അന്യായം, സത്യത്തിൽ നിന്ന് അതിവിദൂരം, അതാണ് ശതത്. ഏറ്റവും വലിയ അനീതി, അന്യായം. ഏറ്റവും വലിയ അന്യായം എന്താണ് സുഹൃത്തുക്കളെ? അത് ഷിർക്കാണ്. ഏറ്റവും വലിയ അന്യായം ഷിർക്കാണ്. അതായത് അഭൗതികമായ നമ്മുടെ സംരക്ഷകൻ, രക്ഷകൻ, എല്ലാ കാരണങ്ങൾക്കും അപ്പുറത്ത് നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ എന്തെല്ലാം സഹായങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ടോ ആ വഴികളിലൂടെ ഒന്നുമല്ലാതെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. അങ്ങനെയുള്ള ആ അള്ളാഹു നമുക്കെല്ലാം തന്ന സൃഷ്ടികർത്താവാണ്. അതുകൊണ്ട് അവന് നൽകേണ്ട ആരാധന മറ്റൊരാൾക്ക് നൽകുക എന്നത് ഒരിക്കലും അള്ളാഹു എന്താണ് പുറത്തു തരാത്ത പാപമാണ്. അപ്പോൾ അത് ചെയ്യാൻ ഞങ്ങളില്ല. ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞാലും, ഞങ്ങളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാലും, നാടുകടത്തുമെന്ന് പറഞ്ഞാലും ഞങ്ങളതിന് തയ്യാറല്ല. കാരണം ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമിയുടെ രക്ഷിതാവാകുന്നു എന്നവർ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇവിടെ മനസ്സിൽ റബ്ബിനെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ ബോധം അവിടെ മനസ്സിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഉറച്ചു നിൽക്കുവാനും ഈ സത്യത്തിൽ അവർക്ക് തുടരുവാനും സാധിച്ചത്. അതുകൊണ്ടാണെന്ന്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങൾ, ഒന്ന്, നമ്മൾ വിശ്വാസത്തെ ആണ് നമ്മളെപ്പോഴും പരിരക്ഷിക്കേണ്ടത്. അപ്പോൾ അതിനെ വർദ്ധിപ്പിക്കാനുള്ള വഴി എന്താണ്? നമ്മൾ നന്മകൾ വർദ്ധിപ്പിച്ച് കൂടുതൽ കർമ്മങ്ങളെ കൊണ്ട്, ഹുദ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെങ്കിൽ അൽ അമലു സ്വാലിഹ് വൽ ഇൽമു നാഫിഅ. ഇമാം നാസിർ സഅദി റഹ്മത്തുള്ള ഈ ആയത്തിന് തഫ്സീർ പറഞ്ഞ കാര്യമാണ്. അതായത് ഹുദ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഹുദയാണ്. അതെങ്ങനെ കിട്ടും? നമുക്ക് സന്മാർഗബോധമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. ആ സന്മാർഗബോധം എങ്ങനെ കിട്ടും? അൽ ഇൽമു നാഫിഅ, നല്ല വിവരങ്ങൾ. നമ്മളിങ്ങനെ എപ്പോഴും ക്ലാസ്സുകൾ, പ്രഭാഷണങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെ നേരിട്ടുള്ള പഠനം, വായനകൾ, ദർസുകൾ, ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പ്രയോജനപ്രദമായ വിവരങ്ങൾ കിട്ടും. ഓരോ ദിവസവും നമുക്ക് പുതിയ വിവരങ്ങൾ കിട്ടും. ആ പുതിയ വിവരങ്ങളോടൊപ്പം വല്ല അമലു സ്വാലിഹ്, സൽപ്രവർത്തനങ്ങൾ, അത് ആരാധനകളാകാം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാകാം, എന്താവാം, നന്മകൾ നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. അങ്ങനെ രണ്ടുണ്ടെങ്കിൽ എന്തായിത്തീരും? ആ ഹിദായത്ത് കൂടുതലായിട്ട് വർദ്ധിച്ചു കിട്ടും. ഈമാൻ വർദ്ധിച്ചു കിട്ടും. ഈമാൻ വർദ്ധിച്ചു കിട്ടുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ നിർഭയരാകും. ഈ ഭയങ്ങളുടെയും ആശങ്കയുടെയും ലോകത്ത് നിർഭയത്വത്തോടെ ജീവിക്കുവാൻ നമുക്ക് പറ്റും. അതാണ് ഒരു രാജ്യത്ത് അക്രമിയായ രാജാവ്, വിശ്വാസികളെ എല്ലാ അർത്ഥത്തിലും തൻ്റെ ശക്തിയും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ക്രൂരനായൊരു രാജാവ്. ആ കാലഘട്ടത്തിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ, ആ രാജ്യത്തിലെ ജനങ്ങളെ എത്ര ശതമാനമുണ്ടാവും ഇവർ? പക്ഷെ അവർ സത്യത്തെ ബലികഴിക്കാൻ തയ്യാറായില്ല, ശിർക്കിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവരങ്ങനെയാണ് ഗുഹയിൽ അഭയം തേടിയത്. പക്ഷേ അവരെ അള്ളാഹു നിർഭയരാക്കി, അവർക്ക് പ്രത്യേകമായ സഹായങ്ങൾ നൽകി.
അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെയും ഒരു പരിഹാരമാണ്. അക്രമികളായ ഭരണാധികാരികളുടെ ലോകത്ത്, നാട്ടിൽ, അതേപോലെ തന്നെ പ്രതികൂലമായ ഒട്ടനവധി ആശങ്കകളുള്ള കാലത്ത് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ നല്ല അറിവുകൾ കേട്ടും പ്രചരിപ്പിച്ചും നല്ല പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചും നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറച്ചു നിന്ന് പോകാൻ പറ്റും. കുടുംബ പ്രതിസന്ധികൾ, വ്യക്തിപരമായ പ്രതിസന്ധികൾ, സാമൂഹികമായ പ്രതിസന്ധികൾ എല്ലാറ്റിലും വറബത്തിന് ആലാ കുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ നാം കെട്ടുറപ്പുള്ളതാക്കി. ആ കെട്ടുറപ്പ് അള്ളാഹു തന്നാൽ മതി. അതവർക്ക് ഈ വിശ്വാസം കൊണ്ട് അവർ അള്ളാഹുവിനെ വിശ്വസിക്കാൻ തയ്യാറായതിൻ്റെ ഒരു പ്രത്യുപകാരമായി, ഒരു ശുക്രായി, നന്ദിയായിട്ട് അള്ളാഹു അവർക്ക് നൽകിയതാണ്. അപ്പോൾ വലിയൊരാശയമാണ് നമുക്ക് ഈ 13-14 ആയത്തുകളിലൂടെ ലഭിക്കുന്നത്. ആയത്തുകൾ നമുക്കൊന്നും കൂടി ഓതാം. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ഈ ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കാം. കൂടുതലായിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ